ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗിവേദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭഗവരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീതയാണ് നമ്മൾ ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇതിൽ ഒന്നാമത്തെ അധ്യായം നമ്മൾ ചിന്തിച്ചതാണ്. അതിൽ മുനിശാപത്തെ പറ്റി ഭഗവാന്റെ നിശ്ചയം താത്വികമായിട്ട് എന്തായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. യഥാർത്ഥത്തിൽ ഈ എന്താണ് ബ്രാഹ്മണ ശാപം അല്ലെങ്കിൽ മുനിശാപം എന്ന് പറയുന്നത്, എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ ഭഗവാൻ ഇതൊക്കെ നിശ്ചയിച്ചു. ഇനി തൻ്റെ കുലത്തിൽ തന്നെ ബ്രാഹ്മണ ശാപം മേടിച്ചിട്ട് കുലം നശിക്കും എന്നുള്ളത്, നശിക്കണം എന്ന് നിശ്ചയിച്ച് അത് കഴിഞ്ഞിട്ട് വേണം സ്വധാമത്തിലേക്ക് തിരിച്ചു പോകാൻ എന്ന് നിശ്ചയിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അപ്പൊ ഈ ബ്രാഹ്മണര് ശാപത്തിനായിക്കൊണ്ട് ബ്രാഹ്മണരായിട്ടുള്ളവർ യദുകുലത്തിൽ ദ്വാരകയിൽ സന്ദർശിക്കുന്നുണ്ട്. അതാരൊക്കെയാണ്? വിശ്വാമിത്രൻ, അസിതൻ, കണ്വൻ, ദുർവാസാവ്, ഭൃഗു, അങ്കിരസ്, കശ്യപൻ, വാമദേവൻ, അത്രി, വസിഷ്ഠൻ, നാരദൻ മുതലായ മുനിമാർ പിണ്ടാരകം എന്ന സ്ഥലത്തേക്ക് തീർത്ഥയാത്ര പോയി. വിനയമില്ലാത്ത യാദവ കുമാരന്മാർ അവരെ സമീപിച്ച് വിനയഭാവത്തിൽ ചോദിച്ചു. ജാമ്പവതിയുടെ പുത്രനായിരിക്കുന്ന സാമ്പൻ സ്ത്രീവേഷം കെട്ടിച്ച് മുനിമാരുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി. ഇവൾ ഗർഭിണിയാണ്. ഇവളുടെ പ്രസവത്തിലുള്ള കുട്ടി എന്ത് കുട്ടിയായിരിക്കും? ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. സർവജ്ഞനായിരിക്കുന്ന മഹർഷിമാർക്ക്, ത്രികാലജ്ഞാനികളായിട്ടുള്ളവർക്ക് ഇതൊക്കെ കണ്ടുപിടിച്ച് പറയാൻ സാധിക്കും. ഇവരുടെ ഈ ജ്ഞാനദൃഷ്ടിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ശരിക്കും പരിഹസിക്കുന്ന രൂപത്തിലാണ് ഇവര് ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ച് ഒരു സ്ത്രീ രൂപത്തില് ജാമ്പവതിയുടെ പുത്രനായിരുന്ന സാമ്പനെ കൊണ്ടുനിന്ന് നിർത്തിയത്. എല്ലാം അറിയുന്ന മുനികൾ കോപത്തോടെ പറഞ്ഞു, ഇവൾ നിങ്ങളുടെ കുലം നശിപ്പിക്കുന്ന ഇരുമ്പുലക്കെയാണ് പ്രസവിക്കാൻ പോകുന്നത്. ഇത് കേട്ട് ഭയന്ന് അവർ വിയർത്ത് കുളിച്ചു യാദവകുലകൾ. മുനിമാരപ്പം തന്നെ അവിടുന്ന് ശാപം കൊടുത്തിട്ട് പിന്തിരിഞ്ഞു. പിന്നെ ഇവരാകെ പേടിച്ച് ഈ വസ്ത്രം അഴിച്ച് വയറ് അഴിച്ചു നോക്കിയപ്പോൾ പറഞ്ഞ പ്രകാരം ഒരു ഇരുമ്പുലക്ക കണ്ടു. അതെടുത്ത് പരിഭ്രാന്തരായിട്ട് ഉഗ്രസേന മഹാരാജാവിന്റെ അടുത്ത് പോയി. ഈ മുസ്ലം പൊടിയാക്കി കടലിൽ കളയാൻ ഉഗ്രസേനൻ ആജ്ഞാപിച്ചു. അത് പൊടിച്ചു. പക്ഷെ ഒരു കഷ്ണം അവസാനം പൊടിയാകാതെ കിടന്നിരുന്നു. എല്ലാം കൂടെ എന്തായാലും കൊണ്ടുപോയി സമുദ്രത്തിൽ കൊണ്ടുപോയി കലക്കി. അത് മത്സ്യം വിഴുങ്ങി ഒരു മുക്കുവൻ ആ മത്സ്യത്തെ പിടിച്ച് കീറിയപ്പോൾ ആ കഷ്ണം ഇരുമ്പ് കിട്ടി. ഒരു കഷ്ണം ഇരുമ്പ് കിട്ടി. അയാൾ അത് ഒരു ശരത്തിന്റെ അഗ്രഭാഗത്ത് കെട്ടി പൊടിയെല്ലാം കരയ്ക്ക് അടിഞ്ഞ് എരകപ്പുല്ലുകളായിട്ട് മാറുകയും ചെയ്തു. ഇതെല്ലാം അറിഞ്ഞ ഭഗവാൻ അതിനെ അനുമോദിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ദ്വാരകയില് സുധർമ്മ എന്ന സദസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് നടന്നാലും ഉഗ്രസേന രാജാവിന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശ്രീകൃഷ്ണ സാന്നിധ്യം കൂടെ ഉണ്ടാകാറുണ്ട്. ശ്രീകൃഷ്ണനെ അറിയിക്കാറുണ്ട്. ശ്രീകൃഷ്ണൻ ആ സദസ്സിൽ വരാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കുമ്പോൾ ഈ ബ്രാഹ്മണ ശാപം കിട്ടിയിട്ട് ഈ ഉലക്കയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനം എടുക്കുന്ന സമയത്ത് ഭഗവാനെ അറിയിച്ചതുമില്ല, ഭഗവാൻ സദസ്സിൽ ഉണ്ടായിരുന്നുമില്ല. ഇതൊക്കെയാണ് സാന്നിധ്യമില്ലാതെ, ഈശ്വരന്റെ സാന്നിധ്യമില്ലാതെ എന്ത് ചെയ്താലും അതൊക്കെ വികലമായി ഭവിക്കും എന്നുകൂടി ഇതിൽ നിന്നും മനസ്സിലാക്കാം. പിന്നെ പാണ്ഡവര് ചൂത് കളിക്കുന്ന സമയത്തും ഭഗവാനെ ഇവരെ സ്മരിച്ചത് തന്നെയില്ല. ആരാണോ സ്മരിച്ചത് അവരെ, ദ്രൗപദിയെ ഭഗവാൻ സഹായിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈശ്വര സാന്നിധ്യം. ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ പോലും എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എവിടെ പോകുമ്പോഴും ഭഗവാനെ ഉപാസിക്കുന്ന ദേവതയെ സ്മരിക്കണം എന്നൊക്കെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇങ്ങനെയാണ് ശാപം ഉണ്ടായത്. അതും ഭഗവാന്റെ നിശ്ചയിച്ച പ്രകാരം തന്നെ
സംഭവിച്ചു. പിന്നീട് രണ്ടാമത്തെ ഭാഗത്ത് നവയോഗി സംവാദം ആരംഭിച്ചതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് ഉണ്ടാകുന്ന വിഷയാനുഭവങ്ങളാണല്ലോ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത്. ഇന്ദ്രിയാനുഭവങ്ങൾക്ക് ഒരിടത്തും ഒരിക്കലും സ്ഥിരതയുണ്ടാകില്ല. എന്തുമാത്രം അനുഭവിച്ചാലും ഒരിക്കലും തൃപ്തി വരികയില്ല. ഒരു ഇന്ദ്രിയത്തിന് ഒരു വിഷയം മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ഇന്ദ്രിയവും അതാതിൻ്റെ വിഷയങ്ങൾ അനുഭവങ്ങൾക്കായിക്കൊണ്ട് സദാ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ വിഷയമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. പിന്നീട് ശുകദേവൻ പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു, ഒരു ദിവസം നാരദ മഹർഷി ദ്വാരകയിൽ വസുദേവരുടെ ഗ്രഹം, ഭഗവാന്റെ പിതാവായിരുന്ന വസുദേവരുടെ ഗ്രഹം സന്ദർശിച്ചു. ദേവർഷിയെ പൂജിച്ച ശേഷം വസുദേവർ ചോദിച്ചു, അച്ഛനമ്മമാർ എത്തിച്ചേരുന്നത് മക്കൾക്ക് അത്യന്തം ആശ്വാസപ്രദമാണ്. അതേപോലെ മക്കൾ കുറെ കാലം കഴിഞ്ഞിട്ട് അച്ഛനമ്മമാരെ സന്ദർശിക്കുന്നതും അച്ഛനമ്മമാർക്കും ആനന്ദപ്രദമാണ്. ഭഗവാന്റെ പ്രത്യക്ഷമൂർത്തികളായിരിക്കുന്ന ജ്ഞാനികൾ അവിചാരിതമായിട്ട് ഗ്രഹത്തിൽ വന്നാലും അതും ഭക്തന്മാർക്ക് വളരെ ആനന്ദത്തെ ഉണ്ടാക്കുന്നതുമാണ്. അനുകമ്പാർഹരായിരിക്കുന്ന ലൗകികന്മാർക്ക് അത്യന്തം ആശ്വാസപ്രദം അരുളുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ സത്സംഗത്തെ പറ്റി വസുദേവർ സൂചിപ്പിക്കുന്നത്. ദേവന്മാരുടെ പ്രവൃത്തികൾ ചിലപ്പോൾ ലോകരെ ദുഃഖിപ്പിച്ചുവെന്ന് വരാം, സുഖിപ്പിച്ചുവെന്നും വരാം. അതേപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ ദേവകർമ്മങ്ങൾ, അതൊക്കെ ദേവകർമ്മങ്ങളായിട്ടാണ് വരുന്നത്. മഴ അധികം പെയ്യുന്നതും പെയ്യാതിരിക്കുന്നതും ഭൂമി കുലുങ്ങുന്നതും കുലുക്കുന്നതും ഒക്കെ ദേവകർമ്മങ്ങളായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെ ലോകരെ ദുഃഖിപ്പിക്കുന്നതാണ്. എന്നാൽ ഭഗവത് സ്വരൂപം പ്രാപിച്ച അങ്ങയെപ്പോലുള്ള സജ്ജനങ്ങൾ ഗ്രഹത്തിലെത്തിയാൽ എല്ലാ ജീവജാലങ്ങൾക്കും അതുകൊണ്ട് കുളിർമയും പ്രസന്നതയും ഉണ്ടാകുന്നതാണ്. ദേവന്മാരെ ആകട്ടെ നിഴൽ പോലെയാണ്. വ്യക്തി എങ്ങനെ ചലിക്കുന്നുവോ നിഴലും അങ്ങനെ ചലിക്കുന്നു. അതുപോലെയാണ് ദേവസാന്നിധ്യവും അറിയേണ്ടത്. അതായത് നമ്മൾ എവിടെയൊക്കെ ചലിക്കുന്നു അവിടെയൊക്കെ നമ്മുടെ നിഴലും കൂടെ വരും. അതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ അധിഷ്ഠാന ദേവതകൾ നമ്മളോടൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ട് നിഴൽ പോലെ സഞ്ചരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദേവന്മാർ അതനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രകാരം ആ ഇന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ അടിസ്ഥാന ദേവതകളെ ഉപയോഗിക്കുന്നു. അതനുസരിച്ചുകൊണ്ടായിരിക്കും ഈ ദേവതകളും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, പ്രതികരിക്കുന്നത് അതേപോലെ ആയിരിക്കും. അതാണ് നിയമം, അതാണ് പ്രകൃതി നിയമം. എന്നാൽ അങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപികളെ സർവഭൂത സുഹൃത്തുക്കളായിട്ട് കരുതണം. അതുകൊണ്ട് അങ്ങയുടെ വരവ് തന്നെ ഞങ്ങൾക്ക് അത്യന്തം ആനന്ദം പകരുന്നതാണ്. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, ഭഗവത് കാര്യങ്ങൾ മാത്രമേ മർത്യനെ ഭയവിമുക്തനാക്കൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തന്നെ മുൻപ് വലിയൊരു അബദ്ധം പറ്റി. വസുദേവര് നാരദരുമായിട്ടുള്ള സംവാദമാണ്. അപ്പോൾ വലിയൊരു അബദ്ധം പറ്റിയെന്ന് വസുദേവര്, ഭഗവാൻ എൻ്റെ മുമ്പിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എന്നാൽ മായാമോഹിതനായിരിക്കുന്ന ഞാൻ എനിക്കൊരു പുത്രൻ ഉണ്ടാകണമെന്ന വരമാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. ദുഃഖമോചന രൂപമായിരിക്കുന്ന മോക്ഷം ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതേയില്ല. ഈ സംസാരം സർവത്ര ഭയം കൊണ്ട് നിറഞ്ഞ വിചിത്രമായ ഒരു വ്യസനമാണ്. ഇവിടെ നിന്നും എത്രയും വേഗം മോചനം ലഭിക്കണം. അതിനുള്ള വഴി അവിടെ നിന്ന് തെളിയിച്ചു തന്നാലും. ഇതിനു മുമ്പ് 3 ജന്മങ്ങൾ, മൂന്നാമത്തെ ജന്മമാണ് ദേവകി വസുദേവന്മാരുടെ ഭഗവാൻ ജനിക്കുമ്പോൾ തന്നെ ഇവർക്ക് സൂചിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ 3 ജന്മങ്ങൾ ഇതിനു മുമ്പ് ജനിച്ചതാണ്. അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ പുത്രനായിട്ട് ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ പുത്രനായിട്ട് ജനിച്ചു. ഇനിയെങ്കിലും ഈ ജന്മത്തിൽ വ്യർത്ഥമാക്കി കളയരുത്, എന്നെ ബ്രഹ്മസ്വരൂപത്തിൽ പുത്രനായിട്ട് കാണരുത് എന്നൊക്കെ ഒരു ഉപദേശമൊക്കെ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അതൊക്കെ മറന്നു. അപ്പൊ പഴയ ഒരു അബദ്ധം പറ്റിയ കാര്യം ഇപ്പൊ ഓർമ്മിച്ചേതായാലും നാരദരോട് പറയുന്നുണ്ട്. ഈ ഇഷ്ടഭോഗങ്ങളുടെ പിന്നാലെയൊക്കെ പോയിട്ട് ഭഗവാൻ നേരിട്ട് വന്ന് ദർശനം തന്നിട്ട് പോലും മോക്ഷമാർഗം ഞാൻ ചോദിച്ചില്ല. ഇനിയിപ്പോൾ നാരദരോടാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ സംസാരാർണവത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നാരദമുനി പറഞ്ഞു, അങ്ങയുടെ ചോദ്യം ഉത്തമം തന്നെയാണ്, അത് സത്യചിന്തകൾ ഉണർത്തുന്നതാണ്.
അതുകൊണ്ട് പ്രസന്നനായിരിക്കുന്ന വസുദേവരെ, അങ്ങയുടെ ചോദ്യം അത്യന്തം വിവേകപൂർണമാണ് എന്നതിൽ സംശയമൊന്നുമില്ല. ഭഗവത് കാര്യങ്ങളല്ലേ അങ്ങ് ചോദിക്കുന്നത്? വിശ്വത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ പോന്നവയാണ് ഭഗവത് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഭഗവത് കാര്യങ്ങൾ അന്ധകരണ ശുദ്ധീകരിക്കുന്ന വേണ്ടിയിട്ട് ചിലതൊക്കെ സജ്ജനങ്ങളിൽ നിന്ന് അതിനുള്ള കാര്യങ്ങൾ കേൾക്കണം, അതനുസരിച്ചുകൊണ്ട് അനുഷ്ഠിക്കണം, അതിനെ ധ്യാനിക്കണം എന്ന് വെച്ചാൽ അതേപ്പറ്റി പരിചിന്തനം നടത്തണം, അതിനെ ആദരിച്ച് മോദിച്ച് അത് ജീവിതമാക്കി മാറ്റണം. അങ്ങനെ സത്യബോധമുള്ളവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അത് ഈ ലോകത്തെ മുഴുവൻ ദ്രോഹിച്ച മഹാഭാവിയാണെങ്കിലും വേണ്ടില്ല, അവന് പരമ പവിത്രതയുണ്ടാക്കി കൊടുക്കും. എന്നാൽ അങ്ങയുടെ ചോദ്യം ഉള്ളിലുള്ള ആ ഭഗവാന്റെ സ്വരൂപം കുറെ കൂടെ വ്യക്തമാക്കി ഉണർത്തിവിടുന്നു. അങ്ങയെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിച്ചവും അങ്ങയുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എന്നാണ് നാരദർ സൂചിപ്പിക്കുന്നത്. ജ്ഞാനപ്രകാശത്താൽ ഊറി നിൽക്കുന്ന നാരായണൻ കുറെ കൂടി മിന്നിത്തിളങ്ങിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇക്കാര്യത്തിൽ ഞാൻ അങ്ങയ്ക്ക് മുൻപ് നടന്ന ഒരു ഇതിഹാസം, ഒരു കഥ, നവയോഗി സംവാദം ഞാൻ അങ്ങയെ കേൾപ്പിക്കാം. വിദേഹ ചക്രവർത്തിയായിരുന്ന നിമിയും ഋഷിമാരുമായിരുന്ന നവയോഗികളും തമ്മിൽ നടന്ന ഒരു സംവാദം സ്വയംഭൂവനുവിന്റെ പുത്രനായിരുന്ന പ്രിയവ്രതന്റെ മകൻ അഗ്നീന്ദ്രന്റെ മകൻ നാഭിയുടെ മകൻ ഋഷഭ ചക്രവർത്തി സാക്ഷാൽ ഈശ്വരാവതാരം തന്നെയായിരുന്നു. മോക്ഷേച്ഛികൾക്കായിട്ട് സത്യരൂപം വിവരിച്ച് കൊടുക്കാൻ ആണ് അദ്ദേഹം അവതരിച്ചത്. മഹാഗ്രഹസ്ഥനായിരുന്നു. ആ ബ്രഹ്മനിഷ്ഠന് 100 പുത്രന്മാർ ജനിച്ചിരുന്നു. അവരിൽ ജ്യേഷ്ഠനായിരുന്നു നാരായണ പരായണനായിരുന്ന ഭരതൻ. ആ ഭരതന്റെ പേരിലാണ് പിന്നീട് ഭരതവർഷം വളരെ പ്രസിദ്ധമായി തീർന്നത്. രാജഭോഗങ്ങളെല്ലാം അനുഭവിച്ച് അവയിൽ വിരക്തനായി തീർന്ന ഭരതൻ രാജ്യം ഉപേക്ഷിച്ച് തപസ്സനായി പുറപ്പെട്ടു. ക്രമേണ 3 ജന്മങ്ങൾ കൊണ്ട് അദ്ദേഹം പൂർണ്ണ ബ്രഹ്മനിഷ്ഠനായി അഥവാ ജഡഭരതനായിട്ട് ജനിച്ചു. തുടർന്ന് 9 പേർ ബ്രഹ്മാവർത്തം തുടങ്ങിയ, അതായത് ഋഷഭന്റെ പുത്രന്മാരെയാണ് ഇവിടെ പറയുന്നത്. അതിൽ ജ്യേഷ്ഠനായിരുന്നു ഭരതൻ രാജ്യമെല്ലാം ഉപേക്ഷിച്ച് പോയിട്ട് തപസ് ചെയ്തു. എന്നിട്ടൊരു മാനിന്റെ പരിപാലനത്തിൽ പെട്ടു. ആ ബന്ധനത്തിൽപ്പെട്ട് വീണ്ടും മാനായിട്ട് ജനിച്ചു, വീണ്ടും ജഡഭരതനായിട്ട് ജനിച്ചു. അതാണ് 3 ജന്മങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ 9 പേർ ബ്രഹ്മാവർത്തം തുടങ്ങിയ 9 ദ്വീപുകളുടെ അധിപന്മാരായിട്ട് വാണു. ഈ 100 പുത്രന്മാരിലാണ് പറഞ്ഞത്. വീണ്ടുമുള്ള 81 പേർ പ്രചാരകന്മാരായി ലോകമെങ്ങും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവർ ആത്മവിദ്യാവിശാദരന്മാരായിരിക്കുന്ന സന്യാസിമാരായിട്ട് ചുറ്റി നടന്ന് ലോകത്തെ പവിത്രമാക്കി തീർത്തു. അവരുടെ നവയോഗികളുടെ പേരാണ് ഇനി പറയുന്നത്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പുലായനൻ, അവിർഹോത്രൻ, ദ്രുമിലൻ, ചമസൻ, കരഭാജനൻ എന്നിവരായിരുന്നു ഈ നവയോഗികൾ. ബോധ ജഡങ്ങളുടെ കൂടിക്കലർപ്പായിരിക്കുന്ന ഈ വിശ്വം സാക്ഷാൽ ഭഗവത് രൂപം തന്നെയാണ് ഈ നവയോഗികൾ. ഭഗവത് രൂപികളായിരിക്കുന്ന നവയോഗികൾ വിശ്വത്തെയും അവരെയും ഒന്നായി തന്നെ കണ്ടു. അങ്ങനെ ഭൂമണ്ഡലമെങ്കും ചുറ്റി സഞ്ചരിക്കുന്ന സ്വഭാവത്തിലായിരുന്നു ഇവര്. മുക്തന്മാരായിരിക്കുന്ന ബ്രഹ്മരൂപികൾക്ക് എവിടെയും കടന്നു ചെല്ലാൻ ഒരു തടസ്സവും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അവർക്കപ്പോൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കടന്നു ചെല്ലാമായിരുന്നു. മുനിചാരണ ഭൂതനാഥ വിദ്യാധര ദിച്ച ഗോ ഭവനങ്ങളിൽ എവിടെയും അവർ സദാമുക്തന്മാരായിട്ട് നിർബാധം സഞ്ചരിച്ചിരുന്നു. അവരൊരിക്കൽ ഭാരതവർഷത്തിൽ നിമി ചക്രവർത്തി മുനിമാരെ കൊണ്ട് നിർവഹിച്ചു പോന്ന സത്രത്തിൽ എത്തിച്ചേർന്നു.
സൂര്യ തുല്യ തേജസ്സോടുകൂടിയിരുന്ന അവർ യജ്ഞശാലയിലേക്ക് കടന്ന് വരുന്നത് ചക്രവർത്തി കണ്ടു. യജമാനായിരിക്കുന്ന നിമിയും യജ്ഞാഗ്നികളും ഋത്തിക്കുകളും എല്ലാവരും അവരെ എതിരേറ്റു. വിദേഹ ചക്രവർത്തി സദാ ബ്രഹ്മചിന്തനത്തിൽ മുഴുകിയിരിക്കുന്ന അവരെ യഥാവിധി പൂജിച്ച് ഇരിപ്പിടങ്ങൾ നൽകി ആദരിച്ചു. അവർ ബ്രഹ്മാനന്ദന്മാരായിരിക്കുന്ന സനകാദി മുനിമാരെ പോലെ ചുറ്റുപാടും ബ്രഹ്മകാന്തി വിതറി വിളങ്ങി പ്രകാശിച്ചിരുന്നു. വിനയാന്യതനായിരിക്കുന്ന നൃപൻ സന്തോഷത്താൽ ആറാടി നിന്നുകൊണ്ട് അവരോട് ഇങ്ങനെ ചോദിച്ചു: നിങ്ങൾ പാലാഴി വാസന്റെ സാക്ഷാൽ പാർഷദന്മാരാണെന്ന് തന്നെ ഞാൻ കരുതുന്നു. വിഷ്ണുവിന്റെ നിയോഗമനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർഷദന്മാർ ലോകത്തെ പവിത്രീകരിക്കാനായിക്കൊണ്ട് എങ്കും സഞ്ചരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ക്ഷണഭങ്കുരമാണെങ്കിലും മനുഷ്യദേഹം ലഭിക്കുക ദുർലഭമാണ്. തുടർന്ന് വിഷ്ണുഭക്തന്മാരെ കാണാൻ ഇടവരുക എന്നതും അതിലും ദുർലഭം ആണ്. അതുകൊണ്ട് അന്തിമമായിട്ട് ജീവിതലാഭം എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. അരക്ഷണമെങ്കിലും സത്സംഗം സാധ്യമാകുന്നത് വിലതീരാത്ത ഒരു അനുഗ്രഹമാണ്. കേൾക്കാൻ യോഗ്യരാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഭഗവത് കാര്യങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കുക. അവയിലൂടെ പ്രസന്നമാകുന്ന ഞങ്ങൾ ശരണാഗതി അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ശരണാഗതിയായിക്കൊണ്ട് തന്നെ പ്രധാനം അതിന് യഥാർത്ഥ ഉപദേശത്തിനായിക്കൊണ്ട് ഈ രാജാവ് നിമി ഈ ഋഷികളുടെ മുമ്പിൽ, ഈ നവയോഗികളുടെ മുമ്പിൽ നമസ്കരിച്ചു. നാരദൻ വസുദേവരോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ വസുദേവരെ, ചക്രവർത്തിയുടെ ഈ അഭിലാഷം അറിഞ്ഞ നവയോഗികൾ അതീവ പ്രീതരായി ഭവിച്ചു. അവർ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് സദസ്യരും ഋത്തികളും കേൾക്കുമാറ് രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു. നവയോഗികളിൽ ഒന്നാമനായിരിക്കുന്ന കവിയാണ് ആദ്യം സംഭാഷണം ആരംഭിച്ചത്. ആത്യന്തികമായ ജീവിതലാഭം എന്താണെന്നാണോ ചക്രവർത്തിയുടെ ചോദ്യം. ഒന്നാമത്തെ ആ ചോദ്യത്തിനാണ് കവി ഉത്തരം പറയുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ഒരഴിവും ഇല്ലാത്ത പരബ്രഹ്മമായിരിക്കുന്ന അച്യുതന്റെ ഒരിടത്ത് നിന്നും ഭയത്തിന് ഇടവരാത്ത ആ പാത സ്മരണകൾ സദാ നിലനിർത്തുകയാണ് വേണ്ടത്. ആത്യന്തികമായിട്ട് ജീവിത ലാഭം എന്ന് കരുതുന്നു. അസത്യങ്ങളായിരിക്കുന്ന ജഡവിഷയങ്ങളെ സത്യമെന്ന് കരുതി സദാ ഉത്കണ്ഠിതനായിക്കൊണ്ട് കഴിയുന്ന മനുഷ്യന് ജഗത്തിനായിട്ട് സ്ഥിതി ചെയ്യുന്ന ആത്മാവിന്റെ സത്യത്തിൽ മനസ്സുറയ്ക്കുന്നതോടെ ഭയം എന്നേക്കും ഇല്ലാതെയായിരിക്കുന്നു. അപ്പൊ മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ജീവിത ലാഭം അല്ലെ, മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിത ലക്ഷ്യം, ജീവിത ലാഭം എന്താണെന്നാണ് നിമി ചക്രവർത്തി ചോദിച്ചത്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ അതാണ്. അതിന് ഉത്തരം നൽകുന്നത് നവയോഗികളിൽ പ്രഥമനായിരിക്കുന്ന കവിയാണ് ഉത്തരം നൽകുന്നത്. അപ്പോൾ ആ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനെ ഭജിക്കുക, അതിലൂടെയാണ് ഭയത്തിനിടയില്ലാതെ, ഏറ്റവും വലിയ ഭയം എന്താ? മരണഭയം. അപ്പൊ അതിനിട വരാതെ ഒരു മനുഷ്യജനം സുലഭമാകും, അല്ലെങ്കിൽ ആ ജീവിത ലാഭം, മനുഷ്യ ജന്മത്തിന്റെ ജീവിത ലാഭം എന്ന് പറയുന്നത് ഈശ്വരനെ ഭജിക്കൽ തന്നെയാണെന്ന് ചുരുക്കം. അതാണ് വിശ്വാത്മന എത്ര നിവർത്തതേഭി, ജഗത്തായി സ്ഥിതി ചെയ്യുന്ന സത്യത്തിൽ മനസ്സുറയ്ക്കുന്നതോടെ ഭയം എന്നേക്കുമായിട്ട് വിട്ടലകുന്നു. അതായത് നിർഭയനായി തീരുക എന്നുള്ളതാണ് ഒരു മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും വലിയ ജീവിത ലാഭം അഥവാ ജീവിത ലക്ഷ്യം. അതായിരിക്കണം. ഏകവും അദ്വിതീയവുമായിരിക്കുന്ന ബ്രഹ്മമാണ് ജഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന എന്ന സത്യം അറിയണം. അതാണ് അച്യുതൻ. ക്ഷതമില്ലാത്തവനാണ് അച്യുതൻ. ഒരിക്കലും ഒരു കുറവും സംഭവിക്കാത്ത അവ്യയനായിട്ട് ഇരിക്കുന്ന പുരുഷൻ സ്വതേ പൂർണ്ണനായതുകൊണ്ട്, ശരീരങ്ങളാകുന്ന പുരങ്ങളിൽ ശയിക്കുന്നവനായതുകൊണ്ടും ആ സത്യത്തെ പുരുഷൻ എന്ന് വിളിക്കുന്നു. സത്യം ഏകവും അദ്വിതീയമായതുകൊണ്ട് അതിൽ മനസ്സുറയ്ക്കുന്ന വ്യക്തി രണ്ടാമതൊരു വസ്തു നിലവിലില്ല. അതുകൊണ്ട്
നിർഭയത്വം കൈവരുന്നു. ഉണ്ടെങ്കിലല്ലേ ഭയത്തിന് അവകാശമുള്ളൂ. അതുകൊണ്ട് എന്താണ് ബ്രഹ്മസ്വരൂപം? ഏകവും അഖണ്ഡവും നിശ്ചലവുമായ ബോധമാണ് ബ്രഹ്മം. ആ ബോധമാണ് ജഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെ അറിയാം? ബോധമുണ്ടോ? ജഗത്തുണ്ട്. ബോധമില്ലേ? ജഗത്തില്ല. അതുകൊണ്ട് ഞാനുണ്ട് എന്നുള്ള ബോധമാണ് ഏറ്റവും വലിയ ഈശ്വര സാന്നിധ്യത്തെ അറിയാനുള്ള ബോധം. ആ ഉണ്ട് എന്ന് തോന്നുന്ന ബോധമാണ് യഥാർത്ഥത്തിൽ പരമാത്മബോധം എന്നർത്ഥം. അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് ഉയരുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിത ലാഭം. ഇത് ശകലം ഗഹനമാണ്. ഇതിനെ പറ്റി നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും ആത്മബോധം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഭക്തിമാർഗം എന്നർത്ഥം. അതാണ് ജീവിത ലാഭം. അതുണ്ടാകുന്നില്ലെങ്കിൽ, അതുണ്ടാകണമെങ്കിൽ അന്ധകരണ ശുദ്ധിയും വിവേകം എപ്പോൾ ഉണ്ടാകുന്നോ അപ്പോൾ മാത്രമേ അത് ലഭിക്കുകയുമുള്ളൂ. അത് ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. അടുത്ത ദിവസം ബാക്കി ചിന്തിക്കാം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയണ്ടാം ന്യായനമാർഗേണം ഹിമഗീശാഗോ ബ്രാഹ്മണേഭ്യോ സുമൃത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.